മലപ്പുറം പൊന്നാനിയിൽ 2 വീടുകൾ കടലെടുത്തു. പൊന്നാനി മേഖലയിൽ ഒരു വീട് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. വീടുകളിൽ നിന്നും എല്ലാവരും താമസം മാറിയിട്ടുണ്ട്. ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നുണ്ട് മലപ്പുറത്തും തത്സമയം. ശാന്തകുമാർ, എന്താ സാഹചര്യം അവിടെ? ഇത് ഇന്നലെ രാത്രിയിലാണ് ഈ കടലാക്രമണം ഉണ്ടായത്. പ്രദേശത്തെ 2 വീടുകളാണ് ഇപ്പോൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. അതിന്റെ ആ വീടുകളുടെ മുൻഭാഗവും അതിന്റെ വശങ്ങളും എല്ലാം പൂർണ്ണമായും കടൽ എടുത്തു തന്നെ പോയിരിക്കുന്നു. ഈ മേഖലയിൽ വെളിയങ്കോട് ഭാഗത്താണ്. ഈ വെളിയങ്കോട് മേഖലയിൽ നേരത്തെയും സമാനമായ രീതിയിൽ തന്നെ ഇത്തരം കടലാക്രമണങ്ങൾ തുടർന്നിരുന്നു. പിന്നീടാണ് ഈ കടൽ ഭിത്തി വേണമെന്നുള്ള ആവശ്യം നിരന്തരം നാട്ടുകാരുടെയും പ്രദേശവാസികളുടെയും എല്ലാം നിരന്തരം ആവശ്യമാണ്. അവ ഇല്ലാത്തതാണ് ഇത്തരത്തിൽ ഈ പ്രതിസന്ധിക്ക് അല്ലെങ്കിൽ അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള പരാതി നേരത്തെ തന്നെ ഉയർന്നതാണ്. പക്ഷേ ഇപ്പോഴും ഇന്നലെ രാത്രിയും സമാനമായ രീതിയിൽ തന്നെ കടലാക്രമണം ഉണ്ടായി. 2 വീടുകളാണ് ഇപ്പോൾ തകർന്നത്. ഒരു വീട് ഭാഗികമായി നാശമായിട്ടുണ്ട്. അങ്ങനെ ഈ മേഖലയിൽ കടലാക്രമണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കാലവർഷം ശക്തമാകുമ്പോൾ ഇത്തരം കടലാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ തീരപ്രദേശത്ത് താമസിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇല്ലെങ്കിൽ അവിടെ ഭയമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് എന്ന് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്തായാലും കടൽ ഭിത്തി ഉണ്ടാക്കുക, അത് സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള പോംവഴി. പക്ഷേ അതിലേക്കൊന്നും ഇതുവരെയും എത്താൻ ഒരു സർക്കാരുകൾക്കും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും കടലാക്രമണം തുടരുന്നു, വീടുകൾ നഷ്ടമാവുന്നു, ആളുകൾക്ക് ജീവിക്കാൻ തന്നെ ഭയപ്പെടേണ്ട ഒരവസ്ഥയിലാണ് ഇപ്പോഴും പൊന്നാനിയിൽ കടൽ തീരം. ചെയ്തു ശാന്തകുമാർ, ഇപ്പൊ മലപ്പുറത്തെ ഒരു പൊതു മഴ സാഹചര്യം എങ്ങനെയാണ്? മഴ കുറച്ച് മാറി നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇന്നലെയാണെങ്കിൽ പലയിടത്തും മണ്ണിടിച്ചിലും കാര്യങ്ങളും ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണല്ലോ. തീർച്ചയായും ചെയ്തു. മലപ്പുറം ജില്ലയിൽ വലിയ തോതിൽ മഴ ഇപ്പോൾ പകൽ സമയത്ത് മഴയില്ല. രാത്രിയിൽ മഴ ഉണ്ടായിരുന്നെങ്കിലും പകൽ സമയത്ത് മഴ വളരെ കുറവാണ്. രാത്രിയിൽ ശക്തമായ മഴ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ മഴ തുടരുന്ന മലയോര മേഖലയിൽ അതിൻ്റെ എല്ലാം ഇപ്പോഴും ആ മഴ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുഴകളിലും തോടുകളിലും എല്ലാം വലിയ തോതിൽ വെള്ളം ഉയരുന്നുണ്ട്. ഇപ്പോൾ ചാലിയാറിലും അതുപോലെ തന്നെ കടലുണ്ടി പുഴയിലും എല്ലാം ജലനിരപ്പ് വളരെയധികം ഉയർന്നിട്ടുണ്ട്. ജാഗ്രത പാലിക്കണമെന്ന് തന്നെ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ജലനിരപ്പ് ജലാശയങ്ങളിൽ ഉയരുന്നത് എന്തായാലും ഏറെ ഭയപ്പെടുന്ന ഒന്ന് തന്നെയാണ്. അത് മഴയ്ക്ക് ഇന്ന് ചെറിയ ശമനമുണ്ട്. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് കുറയാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ഇന്നലത്തെ അപേക്ഷിച്ച് വളരെയധികം ആശ്വാസകരമാണ് ഇന്ന് എന്ന് തന്നെ പറയാൻ കഴിയും. ഓക്കെ ശാന്തകുമാർ, ശരി, സേഫ് ആയിട്ടിരിക്കൂ. മലപ്പുറത്തു നിന്നുള്ള വിവരങ്ങൾ പറയുകയായിരുന്നു ശാന്തകുമാർ വെള്ളാലത്ത്.